ഒരു കാട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാറുള്ള രണ്ട് വാക്കാണ് എ ഫോറസ്റ്റും അതേപോലെ എ ജംഗിളും. ഇവ തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തേത് ജിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള വ്യത്യാസമാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് ഫോറസ്റ്റുകൾ ഉണ്ടായിരുന്നു വരും, പക്ഷെ ജംഗിൾ കുറവായിരിക്കും. ഒരു ജംഗിൾ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് കയറാൻ പറ്റാത്ത രീതിയിലുള്ള ആനിമൽസ് ഉണ്ടായിരിക്കും, പിന്നെ അതേപോലെ ഒരുപാട് വെജിറ്റേഷൻ ഉണ്ടായിരിക്കും, മരങ്ങൾ ഉണ്ടായിരിക്കും. ഫോറസ്റ്റ് അങ്ങനെയല്ല, മനുഷ്യന്മാർക്ക് കയറാനും വരാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കാടായിരിക്കും ഫോറസ്റ്റ്. അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് പക്ക ഡെഫിനിഷൻ അല്ല, പക്ഷേ കഥ എഴുതുന്ന ആൾക്കാരെ പോലെയുള്ളവരെ സഹായിക്കുന്ന ഒരു മെന്റൽ റെപ്രസെൻറ്റേഷൻ ആണ് അടുത്ത ഡിഫറൻസ്. ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്മാരുടെ പെർസ്പെക്റ്റീവാണ്. ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് മനുഷ്യന്മാരാണ്. നമ്മൾ പറയുവാണ് ഇത് കൃഷിഭൂമി, ഇത് കരഭൂമി, ഇത് കാട്. ഇതുപോലെ നമ്മുടെ രീതിയിൽ വേർതിരിക്കുന്നതാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ ആനിമൽസിന്റെ പെർസ്പെക്റ്റീവ് എന്ന് നോക്കിക്കാണുന്നതാണ് എ ജംഗിൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാളിപ്പോൾ കഥ എഴുതി വിചാരിക്കുക, അയാൾക്ക് എന്ത് പറയണം? ഒരു കാട്ടിൽ ഒരു കടുവയും സിംഹം ജീവിച്ചിരുന്നു പറയണം. അയാൾ അവിടെ ഇൻ എ ഫോറസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്താണ്? ഇൻ എ ജംഗിൾ എന്ന് പറയുന്നതാണ്. കാരണം അവിടെ നമ്മൾ ആനിമൽ വേൾഡിനെ പറയുന്നതാണ്. അവിടെ മനുഷ്യന്മാർക്ക് സ്ഥാനമല്ല. മനുഷ്യന്മാരെ പോലെ അവിടെ ആനിമൽസ് ജീവിക്കുന്ന ലോകത്തെ പറയുമ്പോൾ എന്ത് പറയാം? എ ജംഗിൾ എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന മൗംഗ്ലി, പിന്നെ അവിടെ ബഗീർ എന്ന് പറയുന്ന ആ ലോകത്തെ നമ്മൾ പറയുന്നത് ജംഗിൾ ബുക്ക് എന്നാണ് പറയുന്നത്.